ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സ്റ്റെത്തസ്കോപ്പ് അങ്ങനെയൊക്കെ കണ്ട് ഞാനിപ്പോൾ സോയിൽ കോമ്പോസിഷൻ ലൈക്ക് ഐ ഫെൽറ്റ് ഐ വാസ് ഇൻ എ റോങ് പ്ലേസ്. ആ സമയത്ത് തീരുമാനമില്ലാണ്ട് ഞാൻ ഇരിക്കുക. ആ സമയത്താണ് എനിക്ക് MPKV യൂണിവേഴ്സിറ്റി രാഹുരി മഹാരാഷ്ട്ര അവിടെ അഗ്രികൾച്ചറിന് കിട്ടണത്. അപ്പോൾ ഐ സെഡ് ഓക്കെ ഞാൻ ചേർന്നോളാം. മനസ്സോടെയാണ് പറഞ്ഞത്. ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് കൊണ്ടും അത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല. മൈ റാങ്ക് ദാറ്റ് ഇയർ വാസ് 7,000. ഹായ്, ദിസ് ഇസ് നിത്യ ഫ്രം ഡോപ്പ. മെൻറ്ററാണ് ഡോപ്പയിൽ ആൻഡ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ് MBBS. അപ്പം ഞാനിവിടെ ഉള്ളത് ടു ടെൽ മൈ സ്റ്റോറി. കുറച്ച് കുട്ടിയൊക്കെ ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു, അവർക്കും പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ടു നോ ഹൗ മൈ ജേർണി വാസ്. അതിനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. സോ എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. അപ്പം ഒരു ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നത് when I was a kid, ഒരു 9 years old. സോ യു ക്യാൻ ഇമാജിൻ എ 9-year-old വേർഷൻ ഓഫ് മീ. ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും 10th വരെ പഠിച്ചത് മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്ര ജൽഗാവ്. ഒരു ചെറുപ്പത്തിലൊക്കെ എനിക്ക് റിക്കറൻ്റ് ആയിട്ട് ട്രൂത്ത് ഇൻഫെക്ഷൻ വരുന്നുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പ്രകാശ് മഹാജൻ എപ്പം പോയി കാണും. ആ ഡോക്ടറിനെ കണ്ടിട്ടാണ് ശരിക്കും എനിക്ക് ഡോക്ടർ ആവണമെന്നൊരു ആഗ്രഹം വന്നത്. ദാറ്റ് വാസ് വെൻ വൺ ഡേ ഐ വെൻറ്റ് ടു ദ ക്ലിനിക്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാ പ്രാവശ്യം നോക്കുന്നത് പോലെ സ്റ്റെത്തൊക്കെ വെച്ച് നോക്കി. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഞാനൊന്ന് വെച്ചോട്ടെ. ഐ വാസ് ജസ്റ്റ് കിഡ്. അപ്പോൾ കുട്ടികളെ ഒരു വികൃതിയായിട്ട് ഡോക്ടർ കണക്കാക്കി ആൻഡ് ഹി ഗേവ് ദ സ്റ്റെത്തസ്കോപ്പ് ടു മീ. എൻ്റെ ചെവിയിൽ വെച്ച് തന്നു. എൻ്റെ ഡോക്ടറിൻ്റെ കഴുത്തിൻ്റെ അടുത്ത് വെച്ചു. ഐ കുഡ് ഹിയർ ഹിം ബ്രീതിങ്. That was my first encounter. I mean experience, not encounter. And അന്ന് മനസ്സിൽ കുറിച്ചിട്ട് ഡോക്ടർ ആവണമെന്ന്. പിന്നെ അതിന് ശേഷം 10th സ്റ്റാൻഡേർഡിൽ വി ഹാഡ് ആൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അവിടെ അവർ പറഞ്ഞു തരും ആഫ്റ്റർ 10th നിങ്ങൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ലൈക്ക് സയൻസ് സ്ട്രീം പോകണോ അല്ലെങ്കിൽ കൊമേഴ്സ് സ്ട്രീം, ഹ്യൂമാനിറ്റീസ് ആൻഡ് ഫോളോ അപ്പ് എങ്ങനെ, അതൊക്കെ അവർ പറഞ്ഞു തരും. അപ്പം എനിക്ക് പറഞ്ഞു തന്നത് ഒന്നെങ്കിൽ MBBS, ബയോ ഇൻഫോർമാറ്റിക്സ് ഓർ ആർക്കിടെക്ചർ. അത്യാവശ്യം വരയ്ക്കും. അപ്പോൾ ആർക്കിടെക്ചർ ഒരു ഓപ്ഷനായിട്ട് തന്നു. ആൻഡ് ദെൻ അപ്പോഴാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം. ലൈക്ക് എൻ്റെ ചേച്ചി BCom സെക്കൻഡ് ഇയർ ആയിരുന്നു ആ സമയത്ത്. ആൻഡ് വെൻ വി ആസ്ക്ഡ്, അതായത് ഞങ്ങൾക്ക് സെറ്റിൽ ആവാൻ പ്ലാൻ ഉണ്ടായി ഫ്രം മഹാരാഷ്ട്ര ടു കേരള. അപ്പോൾ ആ സമയത്ത് ഇഫ് ഐ കണ്ടിന്യൂ ദെയർ MBBS കഴിഞ്ഞവരെ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. സോ ഇങ്ങോട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മൊത്തം വരാൻ പറ്റില്ല. ചേച്ചീൻ്റെ BCom നടന്നുകൊണ്ടിരിക്കുക. സോ ഞാൻ മാത്രം നാട്ടിലോട്ട് വന്നു. അമ്മൂമ്മേൻ്റെ അടുത്താണ് നിന്നത്. വാട്ട് ഐ ഫേസ്ഡ് ഇൻ ദ 11th and 12th വാസ് ലാംഗ്വേജ് ഇഷ്യൂസ് ഫോർ ദ ലാസ്റ്റ് 13 years. ലാസ്റ്റ് 13 years എന്ന് പറയാൻ പറ്റില്ല, ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ അവിടെ ആയിരുന്നു മഹാരാഷ്ട്രയിൽ. അപ്പോൾ അവിടെ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷാണ് യൂഷ്വലി. അപ്പം മലയാളം വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത്, പക്ഷേ വശമില്ലാതൊന്നുമില്ല. എന്നാലും മോസ്റ്റ്ലി ഇംഗ്ലീഷ്. നെർവസ് ആകുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അധികം വരാറുള്ളൂ. അപ്പോൾ സ്കൂളിൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. +1 +2 സ്ട്രഗിൾ ഇൻ ദി സെൻസ് എല്ലാവരും കളിയാക്കും, മന്നു മദാമ, അങ്ങനെയൊക്കെയാണ് ഒരു എന്താ പറയുക ഒരു സംസാരം ഉണ്ടാവില്ല. ആൻഡ് ദെൻ ഗ്രാജ്വലി അതൊക്കെ മാറി. പിന്നെ എനിക്ക് ഈ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണേ ഈ മലയാളം. അപ്പോൾ വീട്ടിൽ പോകണമെങ്കിൽ ബസ്സിന് ബോർഡൊക്കെ വായിക്കണം. That's how I learned. Somehow I learned. And 11th and 12th കഴിഞ്ഞു. ഞാൻ എൻട്രൻസ് എഴുതി. അപ്പോൾ ഒന്നും അത്ര വലിയ പ്രിപ്പറേഷനൊന്നും ഉണ്ടായില്ല. ഐ വാസ് ഷുവർ ഞാൻ ഇങ്ങനെ വെറുതെ ചുമ്മാ എഴുതാൻ പോകാമല്ലോ എന്ന് വിചാരിച്ച് എഴുതി. 18,000 ആയിരുന്നു അന്ന് കേരള റാങ്ക് ഉണ്ടായത്. എക്സാം ഐ റിമെമ്പർ ഇറ്റ് വാസ് വെരി ഈസി. ഞാൻ പഠിക്കാത്തതിൻ്റെ ഒരു കുറവായിരുന്നു. ആൻഡ് അതിനുശേഷം റിപ്പീറ്റിന് പോയി ചേർന്നു. റിപ്പീറ്റിന് ആദ്യമൊക്കെ ഭയങ്കര ആത്മാർത്ഥതയും പഠിത്തമൊക്കെ ആയിരുന്നു. I remember you remember the worst part mostly and the best part. സോ ഇങ്ങനെ നല്ലൊരു റാങ്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരുന്നു. എക്സാംസൊക്കെ വൃത്തിക്ക് എഴുതി പോകുമായിരുന്നു. ആ സമയത്ത് വന്നത് വില്ലനായിട്ട് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ബേസിക് പോലും അറിയില്ല, അതാണ് പ്രശ്നം ഉണ്ടായത്. വൺ ഡേ കുറച്ച് ലേറ്റായി ക്ലാസ് റൂമിൽ കയറാൻ. അപ്പം ഓർഗാനിക് കെമിസ്ട്രി ജസ്റ്റ് നോമൻക്ലേച്ചർ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. കയറിയതിന് ശേഷം സാറ് ചോദിച്ചു ഓക്കെ കം ഇൻ, പേര് ചോദിച്ചു. ആൻഡ് ദെൻ ഹി ആസ്ഡ് ഒരു കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട്, ഒരു ബോണ്ട് ലൈൻ സ്ട്രക്ചർ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഹി ആസ്ഡ്
name the compound or at least tell me the functional group. Okay, functional group ഞാൻ ശ്രദ്ധിച്ചപ്പോൾ I saw that double bond O and an OH. അപ്പോൾ ബോണ്ട് ലൈൻ സ്ട്രക്ചർ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. +1 +2 കഴിഞ്ഞതാണ്, സ്റ്റിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ബോണ്ട് ലൈൻ സ്ട്രക്ചർ കണ്ടപ്പോൾ I said it as alcohol because I saw that OH. കീറ്റോൺ ആൻഡ് ആൽക്കഹോൾ ആയിരിക്കും, അങ്ങനെ ഒരു വിഡിത്തരം. ഇറ്റ് വാസ് എ കാർബോക്സിലിക് ആസിഡ് ആക്ച്വലി. അപ്പം ഞാൻ ആൽക്കഹോൾ എന്ന് പറഞ്ഞപ്പോൾ ദ റിയാക്ഷൻ ദാറ്റ് ഐ ഗോട്ട് ഫ്രം ദാറ്റ് ക്ലാസ് വാസ്, അമ്മ, ദാറ്റ് തിങ് ഹാസ് ബീൻ ഇംപ്രിൻറ്റഡ് ഓൺ മൈ മൈൻഡ്. എന്ന് വെച്ചാൽ ഇത്ര പോലും ഈ കുട്ടിക്ക് അറിയില്ലേ, അയ്യോ എന്താ ഈ പറയുന്നത്, അങ്ങനെ ഒരു റെസ്പോൺസാണ്. ആൻഡ് ഐ വാസ് വെരി എംബാരസ്ഡ്, വല്ലാണ്ട് വിഷമമായി എന്നൊക്കെ പറയാം. സർ ബട്ട് എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തു. ഹി ടോട്ട് മീ, ബട്ട് വാട്ട് ഐ ഡിഡ് അറ്റ് ദാറ്റ് ടൈം വാസ് the big mistake. I concentrated in organic chemistry. കണ്ട ബുക്കൊക്കെ എടുത്തു, വലിയ ഗൈഡൊക്കെ എടുത്തു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഡിഗിങ് ഡീപ്പർ വാട്ട് ഓൾ വാസ് നോട്ട് നീഡഡ് അതൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങി. സ്കിപ്പിംഗ് ഓൾ അതർ സബ്ജക്ട്സ്, ഓൾ അതർ ചാപ്റ്റേഴ്സ്, അതിൽ ഫോക്കസ് ചെയ്തു. അങ്ങനെ കുറേ പെൻഡിങ് ആയി കൂട്ടി വെച്ച് അങ്ങനെ പ്രയർ ഒരു 5 months ബാക്ക്, അതായത് കറക്റ്റ് ആ വർഷത്തെ നീറ്റിൻ്റെ 5 months ബാക്ക് ഒരു രാത്രി ഇങ്ങനെ ആലോചിക്കുക, ഇത്രയും മാസങ്ങൾ ഞാൻ വെറുതെ വിട്ടല്ലോ, ഇനി 5 മാസമേ ഉള്ളൂ. പിന്നെ ഇത് ചാപ്റ്റേഴ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, ഇത്ര മുതൽ മോഡൽസ് തുടങ്ങും, അപ്പോൾ ഇത്ര പഠിച്ച് തീരണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടും സമയം കിട്ടുന്നില്ല. അപ്പോൾ കഴിഞ്ഞു പോയ ടൈമിനെ ഓർത്തിങ്ങനെ പിടിച്ച് ദാറ്റ് വാസ് എ ടൈം. ആൻഡ് അതേ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് നീറ്റിൻ്റെ ഒരു 1 month മുന്നേ, സെയിം സിറ്റുവേഷൻ. ഐ വാസ് തിങ്കിങ് ഓഫ് ഓൾ ദ ഡേയ്സ് ഐ ഹാവ് വേസ്റ്റഡ് ആൻഡ് കൗണ്ടിങ് ദ റിമൈനിങ് ഡേയ്സ് ആൻഡ് ദ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ടു ബി കവേർഡ്. ആൻഡ് ദ ഡേ കെയിം. നീറ്റ് എഴുതി. ഒബ്വിയസ്ലി എൻ്റെ പ്രിപ്പറേഷൻ അത്ര നല്ലതല്ലാത്തത് കൊണ്ടും പിന്നെ ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് കൊണ്ടും അത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല. മൈ റാങ്ക് ദാറ്റ് ഇയർ വാസ് 7,000. അപ്പോൾ 7,000 ആയിരുന്നു. ആ സമയത്ത് ഞാനൊന്ന് ചെറുതായിട്ട് വീണു, അപ്പോൾ കാലൊക്കെ ഒടിഞ്ഞിട്ടാണ് ഉണ്ടായത്. അപ്പോൾ എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. MBBS ചൂസ് ചെയ്യണോ വേറെ കോഴ്സിന് പോകണോ അങ്ങനെയൊന്നും ഒരു തീരുമാനം ഇല്ലാണ്ട് ഞാൻ ഇരിക്കുക. ആ സമയത്താണ് എനിക്ക് MPKV യൂണിവേഴ്സിറ്റി രാഹുരി മഹാരാഷ്ട്ര, അവിടെ അഗ്രികൾച്ചറിന് കിട്ടണത്. അപ്പോൾ ഐ സെഡ് ഓക്കെ ഞാൻ ചേർന്നോളാം, മനസ്സോടെയാണ് പറഞ്ഞത്. ആൻഡ് ദെൻ ഐ വെൻറ്റ്. ദുലയിൽ പോയി, അഡ്മിഷനൊക്കെ കംപ്ലീറ്റ് ആയി. 1 വീക്കോളം അവിടെ നിന്നു. ബട്ട് ഫസ്റ്റ് 1 വീക്ക് എന്തോ നമുക്ക് ക്ലാസ്സസ് ഉണ്ടായില്ല, അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായി. ഓണ ടൈമൊക്കെ ആയിരുന്നു ആ സമയത്ത്. ബട്ട് മൈ മദർ, അമ്മമാർ യൂഷ്വലി നോട്ടീസ് ചെയ്യുമല്ലോ, ഒരു വിഷമം പോലെ. എൻ്റെ അമ്മ ചോദിച്ചു എന്താ പറ്റിയേ, MBBS കിട്ടാത്തതാണോ? ബിക്കോസ് ഷീ ന്യൂ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടെടുക്കും ഞാൻ വലുതായി ഡോക്ടറാവും. ആൻഡ് ദെൻ ഐ വാസ് ലൈക്ക് ഓക്കെ അമ്മ, ഐ വിൽ ഗോ. എന്നിട്ട് ഞാൻ അവിടെ പോയി, അവിടെ നിന്നു. ഹോസ്റ്റലിൽ നിന്നപ്പോൾ എന്താ പറ്റിയെന്നറിയോ, അവിടുത്തെ ചുമരുമ്മലൊക്കെ ഇങ്ങനെ സോയിൽ കോമ്പോസിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സീനിയേഴ്സ് ഇങ്ങനെ ബട്ടർഫ്ലൈസ് കാറ്റർപില്ലേഴ്സിനൊക്കെ പിടിക്കാൻ പോവുക, വണ്ടുകൾ പിടിക്കുക, അവർക്ക് ആ ഇൻസെക്ട്സിനെ പറ്റി പോളിനേഷനൊക്കെ പഠിക്കാനുണ്ടല്ലോ. അപ്പം ഐ എം നോട്ട് സെയിങ് ദാറ്റ് അഗ്രികൾച്ചർ ഇസ് ബാഡ് തിങ് ഓർ എ പുവർ കോഴ്സ്, അങ്ങനെയൊന്നുമല്ല. ബട്ട് സ്റ്റിൽ അത്രയും കാലം ഞാൻ സ്വപ്നം കണ്ടത് ഒരു വൈറ്റ് കോട്ട്, ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സ്റ്റെത്തസ്കോപ്പ്, അങ്ങനെയൊക്കെ കണ്ട് ഞാനിപ്പോൾ സോയിൽ കോമ്പോസിഷൻ ലൈക്ക് ഐ ഫെൽറ്റ് ഐ വാസ് ഇൻ എ റോങ് പ്ലേസ്. ആ സമയത്ത് അന്ന് തന്നെ രാത്രി വിളിച്ചു, ഭയങ്കര വെള്ളം ഉണ്ടാക്കി. ആൻഡ് ദെൻ TC വാങ്ങിച്ചു. ഫൈനലി TC വാങ്ങിച്ചു. ഒരു 1 വീക്കോളെ അവിടെ നിന്നുള്ളൂ. TC വാങ്ങിച്ചു. ഈ കെയിം ബാക്ക്, റിപ്പീറ്റിന് ചേർന്നു. ആൻഡ് ഇതിപ്പം റിപ്പീറ്റ് കഴിഞ്ഞു, റിപ്പീറ്റിനാണ്. അപ്പം കാര്യങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയി. സമയം കുറവാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഐ വാസ് ലൈക്ക് ഒരു വാശിയായിരുന്നു, ഇത്തവണ കയറിപ്പോണം, എന്ത് സംഭവിച്ചാലും കയറിപ്പോണം. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷനും. നന്നായി പഠിച്ചു. ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിലും ഐ മാനേജ് ടു കീപ്പ് എ ഗുഡ് സ്കോർ. അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പം മോഡൽ എക്സാംസൊക്കെ വന്നപ്പോൾ അത്യാവശ്യം നല്ല ഒരു റാങ്കൊക്കെ ഉണ്ടായി. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, മീനാക്ഷിയാണ് അവളുടെ പേര്, അവളിപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എന്നെക്കാളും തൊട്ട് സീനിയറായിട്ട് പഠിക്കുന്നു. അപ്പോൾ വി ബോത്ത് വേ ഗോയിങ്. അപ്പം രാജ് സാർ ഞങ്ങൾ കണ്ടിട്ട് ചോദിച്ചു, ഓക്കെ എന്താണ് നിങ്ങളെ പ്ലാനിങ് ഒക്കെ എന്തായി, പ്രിപ്പയറിങ് ഒക്കെ റെഡി ആയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹി സെഡ് സംതിങ് ലൈക്ക് ഇത് ഈ വർഷത്തെ ഷുവറായിട്ട്
അഡ്മിഷൻ കിട്ടിപ്പോകുന്ന കുട്ടികളാണെന്ന് ഹി സെഡ് ടു അവർ ക്ലാസ് ടീച്ചർ. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ഡേ. ഐ സ്റ്റിൽ റിമെമ്പർ. അപ്പം ജസ്റ്റ് പ്രയർ ടു നീറ്റ് ദാറ്റ് ഇയർ, ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈം നീറ്റിൻ്റെ കുറച്ച് തൊട്ട് മുമ്പേ എൻ്റെ ക്ലോസ് റിലേറ്റീവ് വാസ് വെരി ഇൽ ആൻഡ് ഐ വാസ് സോ ഡെസ്പ് അബൌട്ട് ദാറ്റ്. അതെന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ആക്കി. എനിക്ക് ചെറിയ കാര്യം മതി ഡിസ്റ്റർബ് ആവട്ടോ. ആൻഡ് വിത്ത് ദാറ്റ് നീറ്റിൻ്റെ ഡേ വന്നു. ഞാൻ കയറി. അപ്പോൾ കയറിയപ്പം ദ ഫസ്റ്റ് തിങ് ഐ നോട്ടീസ്ഡ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ വാസ് എൻ്റെ പേസ്റ്റ് ചെയ്യേണ്ട ഫോട്ടോയിൽ നെയിം ഡേറ്റ് ഒന്നും ഇല്ല, ബാക്കി എല്ലാവരുടെയും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറിയ കാര്യത്തിന് പാനിക്കാണ്, ഇമോഷണലി വളരെ സെൻസിറ്റീവ് ആയ ഒരാളാണ്. അപ്പോൾ ലുക്കിംഗ് അറൗണ്ട് ഐ ഫൗണ്ട് അവരുടെ ഫോട്ടോയിൽ നെയിം ആൻഡ് ഡേറ്റ് ഒക്കെ ഉണ്ട്, എൻ്റെ കയ്യിലില്ല. ഇത് ഇൻവിജിലേറ്ററിനോട് ചോദിക്കണമെന്നുണ്ട്. ബട്ട് വാട്ട് ഇഫ് ഷീ സേസ് ഇറ്റ്സ് നോട്ട് അലൗഡ്? തീർന്നില്ലേ, എത്ര വർഷത്തെ കാത്തിരിപ്പും സ്ട്രഗിളും ഒക്കെയാണ്. ആ പാനിക്കോട് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് അല്ല. ഐ സ്റ്റാർട്ടഡ് ഫ്രം ബയോളജി, ഐ ജംപ് ടു ഫിസിക്സ് ആൻഡ് ദെൻ ഐ ഫൗണ്ട് ആ വർഷത്തെ പേപ്പർ കുറച്ച് ടഫ് ഇൻ ദ സെൻസ് ഇറ്റ് വാസ് കോംപ്ലെക്സ്, കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ സമയത്ത്. പോരാത്തതിന് ഒരു റൗണ്ട് ഓഫ് ചെയ്ത കാൽക്കുലേഷൻസ് ഒക്കെ ആയിരുന്നു. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ആ പേപ്പർ. ബട്ട് ഐ വാസ് ഇൻ എ പാനിക് മോഡ്. അപ്പോൾ അവിടുന്ന് ജമ്പ് ചെയ്തു, കെമിസ്ട്രിയിൽ ജമ്പ് ചെയ്തു, പിന്നെ ബയോളജി ജമ്പ് ചെയ്തു. കുറേ എണ്ണം ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തെങ്കിൽ OMRൽ ബബിൾ ചെയ്തില്ല. ടൈം അപ്പായി, കുറേ ക്വസ്റ്റ്യൻസ് ബാക്കിയായി. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായി, ഇത് കയ്യിൽ നിന്ന് പോയി. ഐ വെൻറ്റ് ഔട്ട്സൈഡ്. അമ്മമ്മയായിരുന്നു എല്ലാ എക്സാംസിനും അമ്മമ്മ കൂടെ വരാറ്. അപ്പോൾ അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, കുഴപ്പമില്ല നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്ന് സ്കോറൊക്കെ നോക്കിയാലും ഏകദേശം ഐ ഡിസൈഡഡ് ദാറ്റ് ദിസ് ടൈം ഐ വോണ്ട് മേക്ക് ഇറ്റ്, ഐ തിങ്ക് സോ. ബാക്കി എല്ലാവരും സ്കോറൊക്കെ ഒത്തു നോക്കിയപ്പോൾ ആ തവണ റിസൾട്ട് വന്നപ്പം മൈ റാങ്ക് വാസ് അബൌട്ട് 4,000. 7,000 ആയിരുന്നു, റിപ്പീറ്റ് ചെയ്തപ്പോൾ 4,000 ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറേ വർഷമായല്ലോ, പിന്നെ ഞാൻ ട്രൈ ചെയ്യായിട്ടില്ല, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു ഭാഗ്യക്കേട് കൊണ്ട് ആ സമയത്തുള്ള ഒരു പാനിക്ക് കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയതാണെന്ന് മനസ്സിലാക്കി. സോ ഐ വാസ് മെൻ്റലി പ്രിപ്പയറിങ് മൈസെൽഫ് ടു ലെറ്റ് ഗോ ഓഫ് മൈ ഡ്രീം ഓഫ് സോ മെനി ഇയേഴ്സ്. ഞാൻ ലെറ്റ് ഗോ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ആണ് ഞാൻ അലോട്ട്മെൻറ്റിന് കൊടുത്തത്. ആയുർവേദം കിട്ടി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പരിയാരത്തിൽ ആയുർവേദത്തിന് കിട്ടി. അവിടെ പോയി അവിടെ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തു ആൻഡ് അതിൻ്റെ എന്തോ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടായി. അതിന് വീണ്ടും പോയപ്പം പുറത്ത് നോട്ടീസ് ബോർഡിൽ ഇവിടുത്തെ വിഷയങ്ങളൊക്കെ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. കുറേ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ അടുത്ത് പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടു. അഗെയിൻ ദ സെയിം തോട്ട്. അഗ്രികൾച്ചറിന് പോയപ്പോൾ എന്തായിരുന്നു അതുപോലെ തന്നെ ആയുർവേദത്തിൽ പോയപ്പോൾ ഓക്കെ, ദിസ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു ബി നിത്യ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. ഐ എം നോട്ട് അഗെയിൻ സെയിങ് ദാറ്റ് ആയുർവേദം ഈസ് നോട്ട് ഗുഡ്, ബട്ട് ഞാൻ സ്വപ്നം കണ്ടത് അതല്ല. അഗെയിൻ ഞാൻ കുറേ എന്താ പറയുക, ഐ ത്രീ ടാൻട്രംസ്. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് തീരെ പറ്റില്ല, ദിസ് ഇസ് നോട്ട് മീ എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് ബഹളം വെച്ചു. ബട്ട് അമ്മ അപ്പ ന്യൂ ഇത് എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടൊരു കാര്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ. ബട്ട് ആ സമയത്ത് ഫൈനാൻഷ്യലി ഞങ്ങൾ സ്റ്റേബിൾ അല്ലായിരുന്നു ആ സമയത്ത്. സോ അപ്പ ടോൾഡ് ഞാൻ എന്നാൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു, ഇനി എന്താ ചെയ്യേണ്ട മോളേന്ന്. അപ്പോൾ ദാറ്റ്സ് വെൻ മൈ സിസ്റ്റർ കെയിം ഇൻ. ചേച്ചി പാർട്ട് ടൈം ജോബ് ചെയ്യായിരുന്നു ആസ് എ ടീച്ചർ. അപ്പോൾ ചേച്ചി പറഞ്ഞു, നിനക്ക് അത്ര വേണമെന്നുണ്ട്, നിനക്ക് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ, നിൻ്റെ ഹോസ്റ്റൽ ഫീസൊക്കെ ഞാൻ അടച്ചോളാം, നീ പഠിച്ചാൽ മതി, തവണ കയറിപ്പോയാൽ മതി. ബാക്കി റെസ്റ്റ് എവ്രി വൺ ടോൾഡ് ദാറ്റ് ഇങ്ങനെ ചെയ്യരുത്, നിൻ്റെ വർഷങ്ങളാണ് പോകുന്നത്. ഈവൻ ചേച്ചിക്കും കുറേ കിട്ടി കേട്ടോ. നീയാണ് അവൾക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. യു ഷുഡ് ഇൻസ്റ്റെഡ് ടെൽ ഹർ എന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങൾ പോയല്ലോ നിത്യ, നൗ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ. ബട്ട് ഇൻസ്റ്റെഡ് മൈ ഫാമിലി ദേ സപ്പോർട്ടഡ് മീ, നന്നായി സപ്പോർട്ട് ചെയ്തു എന്ന് പറയാമല്ലോ. ബട്ട് the repeat time was mentally very 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 tiring, you know. You're learning the same thing for 1 year 2 year 3 year. ഒരേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഒരേ കാര്യങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈവൻ കുറേ പ്രൊഫസേഴ്സൊക്കെ എന്നെ പലതവണ കണ്ടത്. അപ്പോൾ ഈ കുട്ടി തന്നെയല്ലേ 2 വർഷം മുന്നേ വന്നതെന്നൊക്കെ ഒരു നോട്ട് ഉണ്ടാവാറുണ്ട്. ബട്ട് ഐ യൂസ് ടു വെയിറ്റ് ഫോർ സൺഡേസ്. സത്യം പറഞ്ഞ സൺഡേസ് എൻ്റെ കസിൻ ബ്രദർ വരും, ഞങ്ങൾ പുറത്തു പോകും. അങ്ങനെ
കാര്യമായൊരു പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായില്ല ആ സമയത്ത് ലാസ്റ്റ് ഇയർ. ബിക്കോസ് ഐ വാസ് ടയർഡ്, ഐ വാസ് ഡൺ, ടോട്ടലി ഡൺ. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു 1 month പ്രയർ ടു നീറ്റ് ഐ മെറ്റ് മൈ കെമിസ്ട്രി സാർ. അതിൻ്റെ അകത്ത് സാറ് ആർക്കോ ഡൗട്ട്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാർ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തായി പ്രിപ്പറേഷൻ, ഇത്തവണ കയറിപ്പോവും അങ്ങനെയൊക്കെ ചോദിച്ചു സാർ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല സാർ, ഐ ഡോണ്ട് നോ ദിസ് ഇയർ എന്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ 3 വർഷം എന്നല്ല മോളെ, 10 വർഷം ഇരുന്നാലും നീ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ഹീ ന്യൂ, ഇത്ര വർഷമായി സാർ എന്നെ കാണുന്നത്, സാറിന് അറിയാം എൻ്റെ സ്വഭാവം എന്താണെന്ന്. അപ്പോൾ സാറ് പറഞ്ഞ്, യു നോ ദ സബ്ജക്റ്റ് വെരി വെൽ, സബ്ജക്റ്റ് നന്നായിട്ട് നിൻ്റെ കയ്യിലുണ്ട്, കോൺഫിഡൻസ് ഇല്ല, പേടി, അതാണ് നിൻ്റെ പ്രശ്നം. അപ്പം നീ എക്സാം എഴുതാൻ പോകുമ്പോൾ എക്സാക്ട്ലി ഹിസ് വേർഡ്സ്, ഓക്കെ, എക്സാം എഴുതാൻ പോകുമ്പം നിൻ്റെ മുഖത്തിലെ കോൺഫിഡൻസ് കണ്ടിട്ട് നിൻ്റെ അടുത്തുള്ള കുട്ടിക്ക് പേടി തോന്നണം. ദാറ്റ് ഈ കുട്ടീൻ്റെ കൂടി ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന, ഷീ ലുക്ക് സോ കോൺഫിഡൻറ്റ്, ഷീ സോ പ്രിപ്പയർഡ്. ദാറ്റ് ഷുഡ് റിഫ്ലക്റ്റ് ഓൺ യുവർ ഫേസ്, ദാറ്റ് സോർട്ട് ഓഫ് കോൺഫിഡൻസ് ലെവൽ വേണം. ഓക്കെ, ദെൻ ഐ വാസ് ലൈക്ക്, ശരിയാ സാർ പറഞ്ഞു, ശരി, അതുപോലെ ചെയ്യാം. ആൻഡ് ദ ഡേ കേം, നീറ്റ് ഫോർ ദ 3rd time. നീറ്റ് എഴുതാൻ പോയി, അകത്ത് കയറി. അഗെയിൻ ഐ വാസ് വെരി നെർവസ് ദാറ്റ് ടൈം. അപ്പം ഞാൻ ഐ തോട്ട് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഫിസിക്സ്. ഫസ്റ്റ് ഒരു സെമി കണ്ടക്ടേഴ്സിൻ്റെ ഗേറ്റ്സ് ഉണ്ടായി, ഗേറ്റിൻ്റെ ഒരു സർക്യൂട്ട്, അതിൻ്റെ എന്ത് ഗേറ്റ് ആണെന്നാണ് ചോദ്യം. അത് സോൾവ് ചെയ്ത് നോക്കി കിട്ടുന്നില്ല, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി കിട്ടുന്നില്ല. അപ്പാ പാനിക് പിന്നെ. അപ്പം ദെൻ ഐ കെപ്റ്റ് ദ പെൻ അസൈഡ്, ഐ ടുക്ക് എ ഡീപ്പ് ബ്രെത്ത്. എന്നിട്ട് എന്താ പറയുക, സാറിൻ്റെ ആ ഒരു സംസാരം പിന്നെയും മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ദാറ്റ് കോൺഫിഡൻസ്, പേടി പാടില്ല, യു നോ ദ സബ്ജക്റ്റ്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടെല്ലിങ് മൈസെൽഫ്, കാമിങ് മൈസെൽഫ്. ആൻഡ് വൺസ് ഐ വാസ് ഓക്കെ, ഐ സ്റ്റാർട്ടഡ് അഗെയിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി, സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടി, പിന്നെ അങ്ങനെ ചെയ്തു പോയി. 172 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു, 8 ക്വസ്റ്റ്യൻസ് ഞാൻ ലീവ് ചെയ്ത്. അപ്പം ഐ വാസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ് 172 ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ ഇനി ഈ 8നെ പറ്റി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ബെല്ലടിച്ചു. അപ്പം ഐ വാസ് ഹാപ്പി ദാറ്റ് ലാസ്റ്റ് ടൈം വെൻ ദ ബെൽ റാങ് ഐ ഹാഡ് മെനി ക്വസ്റ്റ്യൻസ് യെറ്റ് ടു ഗോ ത്രൂ. ബട്ട് ദിസ് ടൈം ഐ ഹാവ് ഗോൺ വൺസ് ത്രൂ ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഐ ഹാവ് അറ്റംപ്റ്റഡ് ഓൾ ദ കോൺഫിഡൻറ്റ് വൺസ്, ലെഫ്റ്റ് ദ കൺഫ്യൂസിങ് വൺസ്. ആൻഡ് അപ്പം ഞാൻ ഹാപ്പിയായി, ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലോ. അപ്പോഴാണ് അവിടുന്ന് അനൗൺസ് ചെയ്യുന്നത്, എക്സാം എഴുതാൻ ഇനിയും 1 മണിക്കൂറുണ്ട്. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, എക്സാം എഴുതാൻ ഇനിയും 1 മണിക്കൂറുണ്ട്. ദാറ്റ് ഈസ് ആ ഇയറിലെ പേപ്പർ ഞാൻ ജസ്റ്റ് 2 hours കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞു. ആൻഡ് അഗെയിൻ പാനിക്, ഇനിയിപ്പം വേഗം എഴുതിയിട്ട് തെറ്റിപ്പോയോന്ന് അറിയില്ലല്ലോ. ബട്ട് ഞാൻ കുറേ നോക്കി ആ 8 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഐ ട്രൈഡ് ആൻഡ് ഐ ലെഫ്റ്റ്, ആൻഡ് ഐ ട്രൈഡ് ആൻഡ് ലെഫ്റ്റ്. ദെൻ ഐ മാർക്ക്ഡ് ഓൺ മൈ ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷേ ബബിൾ ചെയ്യാൻ പോയില്ല, റിസ്ക് എടുക്കാൻ പോയില്ല. ഐ കെയിം ഔട്ട്. എൻ്റെ അമ്മമ്മനോട് പറഞ്ഞു, ദിസ് ടൈം ഐ വിൽ മേക്ക് ഇറ്റ് ഡെഫിനറ്റ്ലി. അന്ന് സ്കോർ ഞാനല്ല നോക്കിയ, പ്രൊഫസേഴ്സ് മീൻസ് എൻ്റെ ക്ലാസ് ടീച്ചറാണ് നോക്കിയത്. ആ സമയത്ത് സ്കോർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞില്ല, എൻ്റെ ചേട്ടനോട് പറഞ്ഞത്. ഞാൻ ആ ഭാഗമേ നോക്കാൻ പോയിട്ടില്ല, ബിക്കോസ് ഐ വാസ് വെരി സ്കേർഡ് അറ്റ് ദാറ്റ് ടൈം. ആൻഡ് ദേ സെഡ്, I still remember what he said. You have 2 choices. Either choose Kozhikode or you can choose Trivandrum. അപ്പം that was my journey. Like അഗ്രികൾച്ചർ വേണോ ആയുർവേദം വേണോ എന്നൊക്കെ ഒരു ചോയ്സിൽ നിന്നും മെഡിക്കൽ കോളേജ് ഏത് വേണം, കാലിക്കറ്റ് വേണോ അതോ ട്രിവാൻഡ്രം വേണോ എന്നൊരു ചോയ്സ് വരെ ഞാൻ എത്തി. ആൻഡ് ദാറ്റ്സ് ഹൗ ഐ കെയിം ഹിയർ. ഇതിലും കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ടു ഓൾ ദോസ് ഹു ആർ അറ്റൻഡിങ് നീറ്റ്, നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് ചാൻസിലുള്ള കുട്ടികളോട് സ്പെഷ്യലി ഫസ്റ്റ് പറയാനുള്ളത്, 11th and 12th ടൈമിൽ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക കേട്ടോ. ദാറ്റ്സ് ദ ബെസ്റ്റ് ടൈം ടു പ്രിപ്പയർ ഫോർ നീറ്റ് എക്സാംസ്. നിങ്ങൾ ഒരുപാട് സമയം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് കൂളായിട്ട് ഒരു ചാപ്റ്റർ ഒരു ദിവസം വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഈസി. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ടു ദോസ് ആർ റിപ്പീറ്റിംഗ് ആൻഡ് റീറിപ്പീറ്റിംഗ്. നിങ്ങളൊരു സെൽഫ് അനാലിസിസ് നടത്തണം ആഫ്റ്റർ എക്സാം. നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്ത് പഠിക്കാനുണ്ട് എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി അത് കവർ ചെയ്ത് പോവുക. റെസ്റ്റ് ഇസ് ഓക്കെ, യു വിൽ മേക്ക് ദാറ്റ്. ആൻഡ് ടെൻഷൻ, സ്ട്രെസ്സ്, പേടി ഇതൊക്കെ മാറ്റി വെച്ചാൽ തന്നെ യു വിൽ ഡെഫിനറ്റ്ലി ഏബിൾ ടു ക്രാക്ക് നീറ്റ്. അപ്പം ദിസ് ഇസ് മൈ സ്റ്റോറി. ഇത് ഇത്ര ഒതുങ്ങി പറഞ്ഞത്, ഇറ്റ്സ് എ ബിഗ് സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ. സോ I hope this helped you somehow. All the best to everyone.